അല്ല, അപ്പോൾ ഞാൻ എന്താ പൊട്ടനോ? ചോദിക്കുന്നത് അൻവറാണ്. ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷത്തേക്ക് കോൺഗ്രസിലേക്ക് കയറാൻ പോയത് വലിയ പ്രതീക്ഷയിലാണ്. ഒടുവിൽ അൻവറിനെ എല്ലാവരും കൂടി പുറത്തിരുത്തി. എന്തൊരു ഗതികേടാണ് അൻവറിന്റെ കാര്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ച് അധികാരത്തിൽ കോൺഗ്രസിനെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസിലേക്ക് കൊട്ടും കുരവയും പാണ്ടിമേളവുമായി ചെന്നു കയറാൻ കാത്തുകാത്തിരിക്കുകയായിരുന്നു അൻവർ. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഇതൊന്നും അങ്ങോട്ട് തീരെ ശരിയാകുന്നതുമില്ല. പിണറായിയോടുള്ള വിദ്വേഷ നിമിത്തമാണ് അൻവർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പട്ടും വളയും വാങ്ങി ജയിപ്പിക്കാം എന്നൊക്കെ വീരവാദം പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ചേക്കേറാൻ ചെന്നത്. എന്നാൽ അൻവറിന്റെ പിന്നീടുള്ള നടപടികളൊക്കെ വലിയ തിരക്കഥയെ വെല്ലുന്ന പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. ആദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിൽക്കുന്നത് തന്റെ ഇഷ്ടക്കാരൻ മതി എന്ന നിലപാടിൽ അൻവർ ഉറച്ചു നിന്നു. ജോയിയോടായിരുന്നു അൻവറിന് പ്രിയം. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ മാത്രമേ നിർത്താൻ പറ്റൂ എന്ന തരത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഉറച്ചു നിന്നതോടെ അൻവറിന്റെ ചീട്ടുകീറി. നീണ്ട ചർച്ചകൾക്കു ശേഷം എന്നാൽ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ആരായാലും കുഴപ്പമില്ല, അതിനു മുൻപേ എനിക്ക് കോൺഗ്രസിലേക്ക് കസേരയിട്ടിരിക്കണം എന്ന അൻവർ പറഞ്ഞതോടുകൂടി കാര്യം പിന്നെയും മാറി. അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കാൻ ഒരു നേതാക്കന്മാർക്കും താല്പര്യമുണ്ടായില്ല. അതോടെ ആകെ ഇടഞ്ഞ അൻവറിനെ ലീഗ് നേതൃത്വം ഒടുവിൽ തള്ളിപ്പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് അൻവർ അല്ല എന്നും ഏത് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിലമ്പൂരിൽ നിർത്തിയാലും തങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്നും ലീഗ് നേതൃത്വം ഉറച്ചു നിന്നതോടുകൂടി അൻവറിന്റെ കഥയിലെ വലിയ ട്വിസ്റ്റുകൾ തുടങ്ങി. പിന്നീട് എങ്ങനെയെങ്കിലും കോൺഗ്രസിലേക്ക് കയറി പറ്റണം എന്നുള്ള തത്രപ്പാടായി അൻവറിന്. എന്നാൽ അൻവറിനെ തൃണമൂൽ കോൺഗ്രസോടുകൂടി കോൺഗ്രസിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് നേതാക്കന്മാർ ഉറച്ചു നിന്നു. ഒടുവിൽ അസോസിയേറ്റ് പാർട്ടിയാക്കി അൻവറിനെ ഒതുക്കി ഒറ്റയ്ക്ക് വേണമെങ്കിൽ വന്നോ എന്ന് കോൺഗ്രസുകാർ പറഞ്ഞതാണ്. പക്ഷെ ഒറ്റയ്ക്ക് അങ്ങനെ താൻ ഇപ്പോൾ പോയി രക്ഷപ്പെടേണ്ട എന്ന് തൃണമൂലിലെ അണികൾ പരസ്യ പ്രസ്താവന നടത്തിയതോടുകൂടി അൻവർ ആകെ പെട്ടുപോയി. അന്ന് തൊട്ടുള്ള സ്വപ്നമാണ് എങ്ങനെയെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിയാക്കിയതിനു ശേഷം തന്റെ വിലപേശലുമായി വീണ്ടും മുന്നോട്ട് വരണമെന്നത്. ആ സ്വപ്നം ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുകയാണ്. കോൺഗ്രസ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് KPCCയിൽ അഴിച്ചുപണി നടത്തി സുധാകരനെ ഇറക്കാൻ പറ്റില്ല എന്ന് ശാഠ്യം പിടിച്ച സുധാകരനെയും ഒരു പക്ഷം നിന്ന ആൾക്കാരെയും ഒക്കെ അനുനയിപ്പിച്ച് സുധാകരനെ ഇറക്കി പകരം സണ്ണി ജോസഫിനെ അവരോധിച്ചു. എല്ലാ യുവതലമുറ നേതാക്കന്മാർക്കും വലിയ പരിക്കുകളൊന്നുമില്ലാതെ സ്ഥാനമാനങ്ങൾ കൊടുത്തു. ഒടുവിൽ എല്ലാ നേതാക്കന്മാരും പരസ്യമായി ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പ്രഖ്യാപനത്തിൽ ഒന്നും അൻവറിന് യാതൊരു വിലയും ഉണ്ടായില്ല. അല്ലെങ്കിലും പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് പണ്ടേ ഒരു കാര്യവുമില്ലല്ലോ. കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ഇതിലൊന്നും ഒന്ന് കേറി ഞെളിഞ്ഞിരിക്കാനും പറ്റില്ല, രണ്ടു വാക്ക് പറയാനും പറ്റില്ല. എന്നാൽ ഒട്ട് കോൺഗ്രസിലേക്ക് ഇതുവരെയും ക്ഷണിക്കാനുള്ള ഒരു ലക്ഷണവും കാണുന്നുമില്ല. ഇതിനിടയിൽ കോൺഗ്രസിൽ നിന്ന് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇടതുപക്ഷത്തേക്ക് പോയ സരിന് വൻപിച്ച സ്വീകരണമാണ് ഇടതുപക്ഷം കൊടുത്തത്. ഇതുകൂടി കണ്ടതോടുകൂടി അൻവറിനാകെ ഹാലിളകി ബഹളമുണ്ടാക്കി നടക്കുകയാണ്. അൻവറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ഒക്കെ കോൺഗ്രസുകാർ ഒരു വശത്തേക്ക് ഒതുക്കി വെച്ചു. എല്ലാ നേതാക്കന്മാരും അതിയായ സന്തോഷത്തിലാണ്. പലർക്കും ആഗ്രഹിച്ച സ്ഥാനങ്ങൾ കിട്ടി. കിട്ടാത്തവരെ അനുനയിപ്പിച്ച് സന്തോഷിപ്പിച്ച് അനുഗ്രഹമൊക്കെ നേടി ഒരു വിധത്തിൽ നിർത്തിയിട്ടുമുണ്ട്. എന്താണെങ്കിലും മൊത്തത്തിൽ ഒരു അഴിച്ചുപണിയൊക്കെ നടത്തി ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനമൊക്കെ എടുത്ത സ്ഥിതിക്ക് ഒന്നുമില്ലെങ്കിലും ഒരു 2 ആഴ്ചയെങ്കിലും കുറഞ്ഞ പക്ഷം എല്ലാവരും സ്പർദ്ധ കളഞ്ഞ് ഒന്നിച്ചു നിൽക്കാനാണ് തീരുമാനം. ഈ അവസരത്തിൽ പോലും മുഖത്തൊരു തരി സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയാത്തത് നമ്മുടെ പാവം അൻവറിനായിരിക്കും. കയ്യിലിരുന്നതും പോയി, കക്ഷത്തിലിരുന്നതും പോയി എന്ന അവസ്ഥയിൽ അൻവർ മേൽപോട്ട് നോക്കിയിരിപ്പുണ്ട്.